ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നേക്കുന്നത് കാനറി വാർഫിലെ വിൻ്റർ ലൈറ്റ് കാണാനാണ്. നമുക്ക് ഇവിടുത്തെ വിൻ്റർ ലൈറ്റ് ഇച്ചിരി ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ആ വിൻ്റർ ലൈറ്റ്സ് ഒന്ന് കാണാം. ഇതാണ് ഗൈസ് കാനറി വാർഫിന്റെ ലോങ് വ്യൂ. ഓരോ സ്ഥലത്തും ഓരോ വ്യൂ ആണ് നമുക്ക് കാണാൻ. എല്ലാം ഒറ്റ സ്ഥലത്തല്ല, കുറച്ച് നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട്. ഇതാണ് കാനറി വാർഫിലെ അടുത്ത സ്പോട്ട്. ഇത് ജസ്റ്റ് ചുമ്മാ ഒരു റിംഗ് ലൈറ്റ് പോലെ, സ്ട്രെയിഞ്ചർ തിങ്സിലെ ലൈറ്റ് പോലെ. നമ്മൾ അടുത്ത സ്പോട്ടിലൊക്കെ പോയേക്കാണ് ഗൈസ്. അടിപൊളിയാണ് ഇവിടെ. നമുക്ക് സ്റ്റേഷനിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ അവരൊരു മാപ്പ് തന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്, ലൈറ്റ് ഷോ ആണ് ഇവിടെ ശരിക്കും കാണാനുള്ളത്. പക്ഷെ എല്ലാം പല പല സ്ഥലത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം. നമുക്ക് ഈ മാപ്പൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ സ്ഥലങ്ങളും കറക്റ്റ് ഓർഡറിലല്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുണ്ട്. ഓരോ സ്പോട്ടിലും അവരിങ്ങനെ നമ്പർ ഇട്ടിട്ട് അതെന്താ സംഭവം എന്നുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു യൂസ്ഫുൾ ആണ്. കാരണം ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മാപ്പും കൂടെ വെച്ചിട്ട് അതെന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ കളർ മാറണം നമുക്ക് കാണാൻ പറ്റും. നമ്മളിതിൽ ടച്ച് ചെയ്യുമ്പോൾ കളർ മാറുന്നുണ്ട്. പക്ഷെ ഇത് വെറുതെ നമ്മളെ പറ്റിക്കാനായിട്ട്. ചിലപ്പോൾ സെൻസർ ആയിരിക്കും, ചിലപ്പോൾ അതിനോരോ ടൈമറിൽ മാറണായിരിക്കും. ഹൂ നോസ്. നമ്മളെ പറ്റിക്കുന്നതാണ് ഗൈസ്. കാര്യം ഇത് തൊടുമ്പോഴല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് മാറുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറെ ആൾക്കാര് ടച്ച് ചെയ്ത് നോക്കണ്ട്. ഇത് മാറിയപ്പോ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും അയാൾ ടച്ച് ചെയ്തോണ്ടാവും. ചിലപ്പോ എല്ലാരും തെറ്റിദ്ധരിക്കപ്പെട്ടായിരിക്കും. ഞാനൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മള് ടച്ച് ചെയ്യണ സമയത്തായിരിക്കും ഓട്ടോമാറ്റിക് ടൈമിങ് വന്നത്. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് കളർ മാറണേന്നാണ്. ഞാൻ ടച്ച് ചെയ്തിട്ട് ഒരു തേങ്ങ സംഭവിച്ചില്ല ഗൈസ്. നമ്മൾ ടച്ച് ചെയ്തിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇതിന്റെ ഒരു ഫുൾ വ്യൂ എന്തായാലും നിങ്ങൾ കണ്ടോക്ക്. ഗൈസ്, നമ്മള് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. നമ്മളെ തെറ്റിദ്ധരിക്കപ്പെട്ട ശരിക്കും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ കളർ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ കൈ മാറ്റുമ്പോ കളർ മാറും. നോക്കിയോ, ഓരോന്നിനും ഓരോ കളറാണ്. അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോ ആ കളർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അത് കൈ മാറ്റുമ്പോ ആ കളർ മാറും, പഴയ രൂപത്തിലേക്ക് ആവും. അത് കറക്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഒരു കണ്ടുപിടിച്ച് ഗൈസ്. നമ്മൾ കണ്ടുപിടിച്ചത് നന്നായി, അല്ലെങ്കിൽ നമുക്ക് കള്ളം പറഞ്ഞ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വിചാരിച്ചാൽ നമ്മൾ കള്ളം പറയാം. നമുക്ക് എന്തായാലും ഈ മാപ്പ് കിട്ടിയത് നന്നായി. ഈ ഒരു മാപ്പിൽ നോക്കിയിട്ട് പോണ കാരണം കുറച്ചും കൂടെ നമുക്ക് സ്ഥലങ്ങൾ, സ്പോട്ട് ഏതൊക്കെയാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു എളുപ്പമുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോണത് 6A അടുത്തത് അവര് പറഞ്ഞേക്കുന്നത് ഒരു മാളിന്റെ ഉള്ളിലാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ആ സംഭവം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് വഴി തെറ്റിയിട്ടില്ല, ഇങ്ങോട്ട് തന്നെയാണ്. കേക്കിന്റെ സ്ഥലത്ത് ഇപ്പൊ അൽഫിയൊന്ന് സ്റ്റോപ്പായി. നല്ല രസമുണ്ടല്ലേ, കേക്കുകൾ തുറക്കാൻ പറ്റില്ല. നമ്മള് ബാലരമേലും പൂച്ചയ്ക്ക് വീട് അന്വേഷിച്ചിടുന്ന പോലെയാണ് നമ്മളിത് ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. ആ ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇപ്പൊ നമ്മള് നിലവിലുള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ എത്താം. അങ്ങനെ നമ്മള് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വന്നേക്കാണ് ഗൈസ്. ഇതാണ് ക്രോസ് റെയിൽ. അതെ, അപ്പൊ നമുക്ക് ക്രോസ് ചെയ്തിട്ട് ക്രോസ് റെയിലിൽ പോയി നോക്കാം. ഇതിനെ കുറച്ച് നടക്കാനുണ്ട് നമുക്ക്.
പിന്നെ എൻഡിങ്ങിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മള് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഫൈനലി നമ്മൾ 7ലേക്ക് എത്തിപ്പെടാൻ പോവാണ് ഗൈസ്. ഇത് ഒരു റൂഫ് ടോപ്പിലാണ് ഈ ലൈറ്റ് ഉള്ളത്. നല്ല ഗാർഡൻ പോലെ കുറെ പച്ചപ്പും ഹരിതാപവും അതെ, അവര് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ആ ഒരു ഓർമ്മകൾ തരുന്ന പച്ചപ്പും ഹരിതാപവും. എല്ലാം ശരിക്കും നമ്മള് നോർമൽ താഴെയുള്ള ആ ഒരു സെറ്റപ്പ് തന്നെ. സ്പോട്ടിലൊക്കെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അടുത്ത സ്പോട്ട്. ഇതും അതിനകത്ത് പെട്ടൊരു സാധനമാണ്. ഇത് ഡോൾഫിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കണ ഒരു സ്റ്റാച്ചു പോലെ സംഭവം. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുള്ളൂ ഇത് കുറെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ടാണ് അവർ അത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് 9th one ബ്ലൂ പ്രിന്റ്. ഇതാണ് 10th one ഹൂല ഹൂപ്പ്. അടുത്ത സ്ഥലം അൺറിയൽ ആക്സസ്. പക്ഷെ ഇതിൽ എന്താണ് ഒരു പ്രത്യേകത ഉള്ളതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇത് ഡോറ് പകുതി തുറന്നിരിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇനിയിപ്പോ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇതിലെന്തെങ്കിലും മീനിങ്, ഇന്നർ മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. നെക്സ്റ്റ് വൺ കളർ റഷ് ആണ്. ഇതാണ് നെക്സ്റ്റ് വൺ. ചുമ്മാ ലൈറ്റ്സിന്റെ ഒരു ഹാർഡ് വർക്ക് അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് മാനിഫെസ്റ്റേഷൻ. അതെന്താ നമുക്ക് നോക്കാം. ഓ, ഇതാണല്ലേ ഒരു ലേസർ ഷോ പോലെ. ഇത് ഓൺ ദ വേ ടു നെക്സ്റ്റ് സ്പോട്ടാണ്. നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അറ്റ് ദ ഹാൻഡ്. അതെന്താന്ന് നമുക്ക് പോയി നോക്കാം. ഇതാണ് ദ ഹാൻഡ്. അറ്റ് ദ ഹാൻഡ് കുറെ ത്രെഡ്സ് ഉണ്ട്. കുറെ ത്രെഡ്സിലേക്ക് ഒരു ഹാൻഡിന്റെ ഷേപ്പിലേക്ക് നമുക്ക് പ്രൊജക്ഷൻ തന്നെയാണത്. ഇത് ത്രെഡ്സിലേക്ക് പ്രൊജക്ഷൻ വരുമ്പോൾ നമുക്കൊരു 3D ഫീൽ കിട്ടും. അങ്ങനെ നമ്മൾ വിന്റർ ലൈറ്റ് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ട്രെയിൻ കാത്ത് കാണും. നമ്മൾ വിന്റർ ലൈറ്റിന്റെ ഒരു മൊത്തത്തിലൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാല് ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കുന്ന വെച്ചാല് ഒരു 5.5 കൊടുക്കാൻ എന്നോട് പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് കണ്ട ഹൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കാണാൻ വേണ്ടി പോയത്. നമ്മളെ ഹൈപ്പിനുള്ള എന്തായാലും ഇല്ല. കാര്യം നമ്മളെ ഹൈപ്പ് നോക്കി ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മള് അത് പ്രതീക്ഷിച്ചാണ് ശരിക്കും പറഞ്ഞാൽ പോയത്. പക്ഷെ നമ്മള് എല്ലാ സിമ്പിൾ സാധനങ്ങള് ഒരു പരിപാടി എന്ന് പറഞ്ഞാല് ശരിക്കും ഇത് ഓരോ സ്പോട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഓരോ ഫുഡിന്റെയും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിന്റെ ഒക്കെ എല്ലാ ഏരിയയിലായിരുന്നു. മെയിൻ സ്പോട്ടുകളിലാണ്. എല്ലാ സ്പോട്ടുകളിലേക്കും ഓരോ 5 minutes 6 minutes ആക്കും നമുക്ക്. പിന്നെ ഇതിന്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ്സിലെല്ലാം വളർത്തിയെടുക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിന്റർ ലൈറ്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വന്ന് കാണാം. അതാ പറയാ ഒരുപാട് മോശം എന്നല്ല, എന്നാൽ പോലും നമുക്ക് ഒരു ഓക്കെ വൺ ടൈം വാച്ച് ഓക്കെ അത്രേ ഉള്ളൂ. കാര്യം നമുക്ക് എല്ലാം സിമ്പിൾ സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ പോരുത്.
നമ്മൾ കണ്ടാല് ഭയങ്കര അടിപൊളി അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല, ബേസിക് സാധനങ്ങൾ. ഓക്കെ, അതന്നെ. പിന്നെ നമ്മള് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ആണിത്. ശരിക്കും നമ്മൾ ഓരോ സ്പോട്ടിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിശക്കും, നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കും. അതൊരു മാർക്കറ്റിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫുഡ് ട്രക്ക് കണ്ട അതാണ് എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.